ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഫാൻ റിപ്പയറിങ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യാത്ത ഫാനാണ്. അപ്പോൾ ഇതൊന്ന് കുത്തി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എങ്ങനെ കറക്കി ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമുക്കിത് മൊത്തം അഴിച്ചെടുക്കാം. നമുക്ക് ഓരോന്നായി അഴിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ പങ്ക അഴിക്കണം. അപ്പോൾ പങ്കയുടെ നടുക്കത്തെ ഒരു സ്ക്രൂ പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അത് എല്ലാം ലെഫ്റ്റിലേക്കായിരിക്കും തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് മാക്സിമം തിരിച്ചെടുത്ത് അതിന് ശേഷം പങ്ക ഊരിയെടുക്കാം. പങ്ക ജസ്റ്റ് ഒന്ന് നെക്കി വലിച്ചാൽ മതി, അത് ഊരിപ്പോരും. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് പോലെ സംഭവമുണ്ട്. അത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് വെറുതെ തിരിച്ചാൽ മതി ലെഫ്റ്റിലേക്ക് തന്നെ. ഫാൻ എപ്പോഴും റൈറ്റിലേക്കായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ മാക്സിമം അതിൻ്റെ ബോൾട്ടെല്ലാം ലെഫ്റ്റിലേക്കായിരിക്കും. ഇത് അഴിച്ചതിന് ശേഷം നമുക്ക് ആ പങ്കയുടെ ആ പുറകിലത്തെ ഭാഗം കൂടി അഴിച്ചു മാറ്റണം. ഇനി നമുക്ക് ഓരോ സ്ക്രൂ അതിൻ്റെ ഇടയിലുണ്ട്, അത് നാലെണ്ണമുണ്ടാവും. അത് പയ്യെ ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് അഴിക്കുക. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ആ ബട്ടൺ പോലത്തെ ഭാഗമുണ്ട്, നിൽക്കണം. അവിടെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് അഴിച്ചെടുത്താൽ മാത്രമേ ആ ബട്ടൺ പോരുകയുള്ളൂ. ആ ബട്ടൺ പോകുന്നതിന് ശേഷമേ പുറകിലത്തെ സ്ക്രൂ അഴിച്ച് നമുക്ക് ആ മൂടി തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഉള്ളിലിരിക്കും. ഇതിൻ്റെ പുറകിൽ ഇത് ഉള്ളിലായിട്ടൊരു 2 ബോൾട്ട് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധയോടെ ഊരിയെടുക്കണം. ഇത് അഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു 4 ബോൾട്ട് ഉണ്ട്, അതഴിച്ച് ആ കവറ് മാറ്റി വെക്കണം. ഈ ഫ്രണ്ട് ഭാഗം അഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റ് ആ മോട്ടറിൻ്റെ ഫുൾ രൂപം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ഒരു 4 ബോൾട്ടുണ്ട്. ചിലത് അത് ബോൾട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല കീ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ ഊരിയെടുക്കണം. ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ടൈറ്റായിരിക്കും ഭയങ്കര. അത് അഴിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഇത് അഴിച്ചെടുക്കുമ്പോൾ ഒരു സ്പാൻഡറും സ്ക്രൂ ഡ്രൈവറും അത്യാവശ്യമാണ്. ഇപ്പോൾ എൻ്റെ ഇതെന്ന് പറയുമ്പോൾ സ്റ്റാർ സ്ക്രൂ ആണ്, അതുകൊണ്ടാണ് ടെസ്റ്റർ വെച്ച് അഴിക്കണത്. അഴിക്കുമ്പോൾ മാക്സിമം അധികം ഗ്രീസ് വെച്ച് കൊടുക്കണം, കാരണം പിന്നീട് അത് തുരുമ്പ് പിടിക്കാനോ ഒന്നും പാടില്ല, നമുക്ക് പിന്നീട് അഴിക്കേണ്ടി വന്നാൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഊരിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. ഒരു ചെറിയ തട്ടി അഴിച്ചെടുക്കാം, കാരണം ചെറിയൊരു ലോക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ മോട്ടർ മാത്രമായിട്ട് സെപ്പറേറ്റ് മോട്ടറുണ്ട്, അതിൻ്റെ പുറകിലത്തെ ഭാഗം ഊരിയെടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ആ കോയിൽ ഭാഗം അത് ഊരിയെടുക്കണം. ഈ സംഭവത്തിൻ്റെ ഹോളിൽ ചിലപ്പോൾ പൊടിയോ അല്ലെങ്കിൽ അഴുക്ക് വരുന്നതാകാം ചിലപ്പോൾ ഫാൻ നിന്ന് പോകുന്നത്. അതേപോലെ ആ ആർമേച്ചറിൻ്റെ ഉള്ളിൽ, ആ കോയിലിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തുടച്ചു കൊടുക്കണം. പൊടിയോ അല്ലെങ്കിൽ ക്ലാവോ എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. ആകെ എത്ര ഉള്ളു ഒരു മോട്ടർ എന്ന് പറയാൻ. നമ്മൾ അതിൻ്റെ ആ ഫ്രണ്ടും ആ ബാക്കും നല്ലതുപോലെ അഴുക്ക് കളഞ്ഞെടുക്കണം. ആ കറുത്ത പാട് അതായിരിക്കാം ചിലപ്പോൾ ഫാൻ നിന്ന് പോകാനുള്ള കാരണം. അത് നമ്മൾ പേപ്പർ ഉപയോഗിച്ച് കളയുക. അപ്പോൾ ഇത് കുറച്ച് നേരം എനിക്ക് പണിയുണ്ട്, CV ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഈ പുറകിൽ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിലും അതേപോലെ ചെയ്തെടുക്കണം, അഴുക്കൊക്കെ കളഞ്ഞ്.
അപ്പോൾ നമുക്കിനി ആർമേച്ചറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഗ്രീസ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഹീറ്റാകാണ്ടിരിക്കാനും പിന്നെ വെച്ചാൽ സോഫ്റ്റ് ആകാനും വേണ്ടിയാണ്. കറങ്ങുമ്പോൾ കുറച്ച് ഗ്രീസ് നമുക്ക് അതിൻ്റെ പുറകിൽ കവറിൻ്റെ ആ ഉൾഭാഗത്ത് തേച്ച് കൊടുക്കണം. കാരണം ഫ്രണ്ടും ബാക്കും ഒരേ സ്മൂത്ത്നെസ് കിട്ടണമെങ്കിൽ രണ്ട് സ്ഥലത്തും തേച്ചിരിക്കണം ഗ്രീസ്. ഇപ്പോൾ ഫാനിൻ്റെ ഏകദേശം പണിയൊക്കെ തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള സംഭവം നോക്കാം. നമ്മൾ അഴിച്ചെടുത്ത അതേ രീതിയിൽ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആർമേച്ചറും അതിൻ്റെ കോയിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറങ്ങില്ല. ഇത് മാക്സിമം എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. കേടായ ഫാനോ ഉണ്ടെങ്കിൽ കോയിൽ കത്തിയാണെങ്കിൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ കോയിൽ വാങ്ങിയൊക്കെ ഇടേണ്ടി വരും. ഇതാണ് കോയിൽ. അപ്പോൾ അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് ശ്രദ്ധിച്ച് വേണം ഫിറ്റ് ചെയ്യാൻ. കാരണം അത് തിരിച്ചും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറങ്ങില്ല. ചിലത് റിട്ടേൺ കറങ്ങും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഊരിയത് അതേപോലെ തന്നെയാണ് അതിലേക്ക് തിരിച്ച് കയറ്റാനും.
അത് ഇച്ചിരി പ്രയാസമുള്ള പണിയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സ്ക്രൂ ഇട്ട് മുറുക്കാൻ തീരുമാനിച്ച്. പിന്നെ നമുക്കെല്ലാം സ്ക്രൂ ഇട്ടിട്ട് പുറകിലത്തെ കപ്പാസിറ്റർ പിടിപ്പിച്ചെടുക്കാം. ഈ സ്ക്രൂ ഇട്ടതിൻ്റെ വല്ല അലൈൻമെൻറ്റ് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ പുറകിലത്തെ കപ്പാസിറ്റർ മുറുക്കാൻ പ്രയാസമായിരിക്കും. ഇത് പോകുമ്പോൾ രണ്ടാമത് അതേപോലെ നടക്കണം. അപ്പോൾ നമ്മളിത് കപ്പാസിറ്ററൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലെ പെഡലിസ്റ്റിൻ്റെ അത് അതിൻ്റെ സ്ക്രൂ ഒന്ന് മുറുക്കിയെടുക്കാം. ഏകദേശം നമ്മുടെ പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്കിന്ന് ഒന്ന് ഓണാക്കിയൊക്കെ നോക്കാം ഇത് കഴിഞ്ഞ്. നമുക്കിപ്പോൾ ഇതൊന്ന് കുത്തിയിട്ട് ഓണാക്കി നോക്കാം. പിന്നെ ഇത് പെട്ടെന്ന് വർക്ക് ചെയ്യുമെന്ന് പേടിക്കൊന്നും വേണ്ട. ഇത് സൗണ്ടൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്മൾ ഇത് പങ്ക ഇട്ടതിന് ശേഷം മാത്രമേ ഇത് കറങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഒന്ന് നോക്കണം, ലൂസാണോ ടൈറ്റ് ഉണ്ടോ അതൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ഇതൊക്കെ പങ്ക ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പങ്കിട്ടിട്ടും കറങ്ങിയില്ലെങ്കിൽ അതിൻ്റെ ഒന്നുകൂടെ അഴിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇതിട്ടിട്ട്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം ആ പൊടി പിടിച്ച സംഭവം തന്നെയായിരുന്നു ഉള്ളിൽ. അപ്പോൾ അത് ക്ലീൻ ചെയ്തത് ആ ഗ്രീസ് ഇട്ടതും കൊണ്ട് സംഭവം കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക എന്നാണ്. കാരണം കടയെ കൊണ്ടേ നമ്മൾ പൈസ കൊടുക്കാൻ നല്ലത് വീട്ടിൽ ചെറിയ വർക്കാണെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പോൾ ബാക്കിയുള്ള സംഭവമെല്ലാം നമുക്കിനി രണ്ടാമത് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അഴിച്ച സംഭവമെല്ലാം മറക്കാതിരിക്കുക. തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ളതാണ്, അത് ഓർക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ അഴിച്ച ഫ്രണ്ടിലെ ഭാഗം 4 ബോൾട്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം പുറകിലത്തെ മൂടി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് പെഡൽസിൻ്റെ സ്വിച്ചിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഒക്കെ വെച്ച് മുറുക്കി ടൈറ്റ് ചെയ്ത് നമുക്ക് പങ്കയൊക്കെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.
സഭയുടെ അഞ്ചിലും 2 രൂപ ഉണ്ടായിരുന്നു. മറ്റേവരെ ഒന്നുമില്ല. 2 പേര് ചൊറിയാർ ചോറിനുണ്ട്. കടവപ്പിള്ളി